ഇനി നമുക്ക് പീഡിയാട്രിക് കണ്ടീഷനിൽ പഠിക്കാനുള്ളതാണ് ന്യൂറൈട്രീസ്. ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഡിസീസാണ്. ബ്ലാഡർ വോയിഡിങ് കോൺഷ്യസ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായത്തിൽ എത്തിയിട്ടും കുട്ടിക്ക് ബ്ലാഡർ ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അൺകോൺഷ്യസ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂറൈറ്റിസ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 5 years ആകുമ്പോൾ കോൺഷ്യസ് ആയിട്ട് വോയിഡിങ് കുട്ടിക്ക് മെച്യൂർഡ് ആകും. ഇത് 2 ടൈപ്സ് ആണ് ഉള്ളത്: പ്രൈമറി നൊക്ടൂണൽ ന്യൂറൈസിസ് ആൻഡ് സെക്കൻഡറി അക്യൂട്ട് ന്യൂറൈസിസ്. പ്രൈമറി നൊക്ടൂണൽ ന്യൂറൈസിസ് എന്നാൽ കുട്ടികളിൽ 5 വയസ്സിന് മുമ്പ് കാണുന്ന ബെഡ് വെറ്റിംഗ്. ദേ ആർ നോട്ട് വേക്ക് അപ്പ് ടു വോയിഡ്. സെക്കൻഡറി അക്യൂട്ട് ന്യൂറൈസിസ് കുട്ടിയുടെ മെച്യൂറേഷൻ പീരീഡ് ആയിട്ടും കുട്ടി ബെഡ് വെറ്റ് ചെയ്യുന്നു. നൈറ്റ് ടൈമിലാണെങ്കിൽ നൊക്ടൂറൽ എന്ന് പറയാം. ഇനി സെക്കൻഡ് ടൈപ്പിൽ എന്തെങ്കിലും യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അസസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ പാരൻസിൻ്റെ ഒരു സബ്ജക്റ്റീവ് ഡാറ്റ മാത്രമേ നമ്മുടെ കയ്യിൽ കാണൂ, അല്ലാതെ ഒബ്ജക്റ്റീവ് ഫൈൻഡിങ്സ് ഒന്നും ചെയ്യാനായിട്ട് ഇല്ല. ഇനി ഇൻ്റർവെൻഷൻസ് നോക്കിയാൽ കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഷെഡ്യൂൾഡ് ഉണ്ടാക്കി കൊടുക്കണം. പാരൻസിനെ എൻകറേജ് ചെയ്യണം. അതുപോലെ കുട്ടികളെ പണിഷ് ചെയ്യാതിരിക്കുക. അണ്ടർലൈൻഡ് ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. ലബോറട്ടറി ഫൈൻഡിങ്സ് നടത്തുക. ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യുക. നൈറ്റ് ടൈമിൽ ഫ്ലൂയിഡ്സ് നൽകാതിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.